ഫലം നൽകാതെ ഉയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും, എരുതിയിൽ എരിഞ്ഞു വീഴും നീറി നിറം മാറി ചാമ്പലായി തീരും. സഭയെ ഇഷ്ടമല്ല, ജനാഭിമുഖ കുർബാനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. ഏകീകൃത കുർബാന എന്ന സഭയുടെ ആ നിർദ്ദേശത്തെ എതിർക്കുന്നു. അതുപോലെ തന്നെ ദിവ്യബലി അർപ്പിക്കുന്ന ഇടവക, അൾത്താരകൾ, ഇതൊന്നും വിമതർക്ക് ഇഷ്ടമേ അല്ല എന്ന് അവർ നാൾക്ക് നാൾ തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ വിമതർക്ക് കർത്താവിന്റെ ദേവാലയത്തിൽ എന്താണ് ഇഷ്ടം? ബെഞ്ചിൻ ഡെസ്കുമോ? അതാണ് ഇപ്പോൾ അറിയാത്തത്. പക്ഷേ സഭയുടെ കലണ്ടർ ഡയറിയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് വിമത വൈദ്യുതി കാണിക്കുന്നത് മോശം തന്നെയാണ്. എന്താണ് കാരണം? സഭാരൂപതയുടെ വാർഷിക ഡയറി വൈദികർ വാങ്ങുന്നത് ഭക്തി ബഹുമാനത്തോടെയാണ്. അത് വിശ്വാസികൾക്കും അറിയാം. വിശ്വാസികൾക്കും നോമ്പുകളും മറ്റു വിശേഷ ദിവസങ്ങളും അറിയാൻ ആ ഡയറി ഏറെ ഉപകാരപ്രദമാണ്. വാങ്ങിയ പാലിന്റെയും മല്ലിമുളകിന്റെയും കണക്കെഴുതാനുള്ളതല്ല എന്ന് ശുശ്രൂഷ ചെയ്യുന്ന വൈദികർക്ക് വ്യക്തമായി അറിയാം. അതിൽ സഭയുമായി ബന്ധപ്പെട്ട തിരുനാളുകൾ, ചടങ്ങുകൾ, അങ്ങനെ എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും രൂപത ഇറക്കുന്ന ഡയറിക്ക് ഒരു പുരോഹിതനെ സംബന്ധിച്ച് പ്രാധാന്യം ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്യന്തം വിശുദ്ധിയോടെ ആ ഡയറി അവർ ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ശുശ്രൂഷകളോടോ കാനൂനിക നിയമങ്ങളോടോ എന്തിന് സഭയോട് പോലും ഒരു കൂറും വിശ്വസ്തതയും വിശ്വാസവും ഇല്ലാത്ത വിമത വൈദികരിൽ നിന്നും അവരിങ്ങനെ കാണിച്ചതിൽ നിന്നും ഒരു അത്ഭുതവും ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകരുത്. എന്താണ്? അതിരുപതിൽ നിന്ന് നൽകിയ ഡയറികളിൽ വിമത വൈദികർ വലിച്ചെറിഞ്ഞത്രേ. സഭയ്ക്കതൊരു വിഷയം തന്നെയാണ്, അവർക്കൊരു പ്രശ്നമായിരിക്കില്ല. അതിരുപതിൽ വീണ്ടും വിമത വൈദികരുടെ അച്ചടക്ക ലംഘനം തന്നെയാണിത്. സഭയിലെ സമാധാന അന്തരീക്ഷം തകർത്ത് ഭിന്നത സൃഷ്ടിക്കാനുള്ള വിമതയുടെ പുതിയ നീക്കത്തിൽ വിശ്വാസികളാകെ പ്രതിഷേധത്തിലാണ്. നടപടി വേണമെന്ന് വിശ്വാസികൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതൊരു സംഘടനയായാലും വിമതർ മനസ്സിലാക്കേണ്ടത്, അത് രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു തൊഴിലാളി സംഘടനയായാലും സൊസൈറ്റി പോലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടത്തുന്ന സംഘടനയായാലും അവരുടെ നട്ടെല്ല സംഘടനയുടെ ഭൂരിപക്ഷം അംഗങ്ങളാണ്. ഒപ്പം ഈ ഭൂരിപക്ഷം അംഗങ്ങളാൽ അംഗീകരിക്കപ്പെട്ട രാജ്യത്തെ നിയമങ്ങൾക്ക് വിധേയമായ ആ സഭയുടെ അല്ലെങ്കിൽ ആ സംഘടനയുടെ ഒരു ഭരണഘടനയാണ്. അതേ നിയമാവലി അനുസരിച്ചാണ്, ആ ഭരണഘടന അനുസരിച്ച് തയ്യാറാക്കുന്ന നിയമാവലി അനുസരിച്ചാണ്, ബൈല അനുസരിച്ചാണ് ആ സംഘടനയിലെ അംഗങ്ങളും ഭാരവാഹികളും അനുദിനം പ്രവർത്തിക്കേണ്ടത്. നിയമലംഘകരായി പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്കോ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ ഭാരവാഹികൾക്കോ നിയമലംഘനം നടത്തിയ ആ നിമിഷം മുതൽ അതേ സംഘടനയിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം സ്വാഭാവികമായും നഷ്ടപ്പെടും. അത് വ്യക്തമായി പൊതുയോഗങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും, സ്ഥാനം വിട്ടൊഴിയേണ്ടി വരും. അതുതന്നെയാണ് സഭയിലെ നിയമങ്ങളുടെ സ്ഥാനവും. നമ്മുടെ രാജ്യത്തിന്റെ നിയമവും അതിന് സമാനമാണ്. അതുതന്നെയാണ് പ്രധാനം. ഭാരതത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നവരെ വിഘടനവാദികളും നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരെ തീവ്രവാദികളുമായി കാണണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിയും, അത് രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ എം പിമാരോ ഉയർന്ന ഉദ്യോഗസ്ഥരോ ആയാൽ പോലും സത്യപ്രതിജ്ഞ നടത്തിയവർ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയാലത് അതേ നിമിഷം മുതൽ അവർ ആ സ്ഥാനത്ത് തുടരാനുള്ള അവരുടെ അവകാശം ധാർമ്മികമായി നിയമപരമായി നഷ്ടപ്പെടും. രാജ്യത്തെ ഇതേ സിവിൽ നിയമം തന്നെയല്ലേ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിധേയമായി സിറോ മലബാർ സഭയുടെ നിയമാവലിയായ കാനൂൺ നിയമത്തിനും ബാധകമായിട്ടുള്ളത്? അല്ലെങ്കിൽ വിമതർ പറഞ്ഞു തരണം. പുരോഹിതരും സന്യസ്തരും അവരുടെ മേലധികാരികൾക്ക് മുന്നിൽ വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി പരപ്രേരണ കൂടാതെ ചെയ്ത ബ്രഹ്മചര്യം, പാതിവ്രത്യം, ദാരിദ്ര്യം, അനുസരണം മുതലായവ അടക്കമുള്ള സത്യപ്രതിജ്ഞയിലെ ഒരു കാര്യം പോലും ലംഘിക്കാനുള്ള അവകാശമോ അധികാരമോ കാനൂൺ നിയമത്തിലോ നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു നിയമങ്ങളിലും ഇല്ല എന്ന് ഓർക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സിവിൽ നിയമങ്ങൾ സിറോ മലബാർ സഭയിലെ പുരോഹിതർക്കും സന്യസ്തർക്കും ബാധകമല്ല എന്ന വിമതർ കരുതുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? അതായത് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ പോലും ഇല്ലാത്ത അവകാശവും അധികാരവും സീറോ മലബാർ സഭയിലെ വിമത പുരോഹിതർക്കും വിമത സന്യസ്തർക്കും ഉണ്ടെന്നാണ് അവർ വെല്ലുവിളിക്കുന്നത്, തെറ്റായി ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ധാരണ തെറ്റാണ്. പക്ഷെ അത് മനസ്സിലാക്കിയവർ അംഗീകരിക്കാനോ ഇതുവരെ തയ്യാറാകുന്നില്ല എന്നിടത്താണ് വിമതർ എത്രത്തോളം തരത്താണവരാണെന്ന് വിശ്വാസികളും സമൂഹവും വിലയിരുത്തുന്നത്. വിമതർക്ക് പേടിയില്ലത്രേ, എന്നാൽ ഭയമുണ്ട്. രൂപതയ്ക്ക് മുന്നിൽ പോലീസ് കാവലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആസ്ഥാനത്ത് വേലത്തരം ഇറക്കാൻ മാത്രം സാധിക്കില്ല. അതുകൊണ്ടാണ് ലോഹയില്ലാതെ തല കുനിച്ച് തലങ്ങും വിലങ്ങും തിരിഞ്ഞു നോക്കി അങ്ങനെ കളമശ്ശേരി പള്ളിയിലെ കുപ്രസിദ്ധ വികാരി തോമസ് പെരേപ്പാടനടക്കം വിമതരുടെ ആ മീറ്റിങ്ങിന് വന്നത്. ഇങ്ങനെ ആയിരുന്നില്ലല്ലേ പെരേപ്പാടൻ എറണാകുളം എം ജി റോഡിൽ കിടന്ന് കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെയായിരുന്നു പ്രക്ഷാളനങ്ങൾ? അല്പം കട്ടിക്ക് പറഞ്ഞാൽ ഉച്ചസ്ഥരം നടത്തിയ സഭാവിരുദ്ധ പരിശുദ്ധ സിംഹാസനത്തിനെതിരായ പോർവിളികൾ. വിമതർ കേൾക്കാത്ത കർത്താവിന്റെ ചില വാക്കുകളുണ്ട് കേട്ടോ. അത് ഇങ്ങനെയാണ്:
നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ലൂക്ക 13:8. വർഷങ്ങളായി വെള്ളവും വളവും നൽകിയിട്ടും ഫലം തരാത്ത അത്തിമരം വെട്ടിക്കളയാനാണ് യജമാനൻ കൽപ്പന നൽകിയത്. എന്നാൽ കൃഷിക്കാരൻ പറഞ്ഞു, യജമാനനെ, ഈ വർഷം കൂടി നിൽക്കട്ടെ, ഞാൻ അതിന്റെ ചുവട് കിളച്ച് വളമിടാം. എന്ത് കാര്യം? ഫലം നൽകാതെ ഉയർന്നു നിൽക്കും വൃക്ഷനിരയെല്ലാം അരിഞ്ഞു വീഴ്ത്തും, എരുതിയിൽ എരിഞ്ഞു വീഴും, നിറം മാറി ചാമ്പലായി തീരും. കുറച്ചു കാലം കൂടി വിമതർക്ക് വെള്ളവും വളവും നൽകാനാണ് അതിരൂപതയിലെ കുരിയ തീരുമാനമെങ്കിൽ ഒന്നും പറയാനില്ല. പാപികളെ ദൈവം പന പോലെ വളർത്തുമെന്നാണല്ലോ. ഫലം തന്നില്ലെങ്കിൽ വെട്ടിക്കളയാൻ കൃഷിക്കാരനാണ് യജമാനോട് അഭ്യർത്ഥിക്കേണ്ടത്. ഇവിടെ വിശ്വാസികൾ യജമാനോട് അഭ്യർത്ഥിക്കുകയാണ്, ഗുണവും ഫലവും തണലുമില്ലാത്ത ആ വിഷവൃക്ഷത്തെ വേരോടെ അങ്ങ് വെട്ടിക്കളയാൻ. എന്നിട്ട് എന്താണ് താമസം? വിമതർക്ക് അത്തിമരത്തെ പോലെ ചൊല്ലാൻ പറ്റിയൊരു അഭ്യർത്ഥനയുണ്ട് തന്റെ യജമാനനോട്. കർത്താവായ ദൈവമേ, ഞങ്ങളും ഈ അത്തിമരത്തെ പോലെ ജീവിതത്തിൽ തലയുയർത്തിപ്പിടിച്ച് തളർന്നു നിൽക്കുകയാണ്. എന്നാൽ ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കർത്താവെ, ഈ അത്തിമരത്തിന്റെ സദൃശ്യങ്ങളായി ഞങ്ങളും ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നു. മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുവാൻ യാതൊരു അർഹതയുമില്ലാത്ത, മുന്തിരിവള്ളിക്ക് വേണ്ട യാതൊരു പരിപാലനയും ആവശ്യമില്ലാത്ത ഈ അത്തിമരത്തെ എന്ന പോലെ എല്ലാ പരിഗണനയും അനുകൂല സാഹചര്യങ്ങളും നൽകി ദൈവം ഞങ്ങളെ വളർത്തുന്നു. എന്നിട്ടും ഫലം പുറപ്പെടുവിക്കാൻ ഞങ്ങൾ കൂട്ടാക്കുന്നില്ല. ചെയ്യുവാൻ കഴിവുള്ള നന്മകൾ ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു എന്നറിഞ്ഞിട്ടും നന്മകൾ ചെയ്യാൻ കൂട്ടാക്കത്തവരായി ഞങ്ങൾ നിലകൊള്ളുന്നു. ദൈവമേ, കൃഷിക്കാരന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരു വർഷം കൂടി ഈ ഭൂമിയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. സ്വാർത്ഥമതികളെ ജീവിക്കാതെ യജമാനൻ പ്രതീക്ഷിക്കുന്ന ഫലം, ചുറ്റുമുള്ളവർ പ്രതീക്ഷിക്കുന്ന ഫലം അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ആകട്ടെ എന്നാണ് പരിശുദ്ധ അമ്മേ മാതാവിനോടും പ്രാർത്ഥിക്കണമേ എന്നാണ് ആമേൻ ചൊല്ലി വിമതർ ഇനിയെങ്കിലും പറയേണ്ടത്. പക്ഷേ വിമതരെന്ന ആ അത്തിമരത്തിന്, വിമതരാകുന്ന അത്തിമരത്തിന്, ഫലമില്ലാത്ത അത്തിമരത്തിന് ഒരു വർഷം കൂടിയല്ല, ഒരു 10 വർഷം, ഒരു ദശാബ്ദക്കാലം വെള്ളവും വളവും നൽകിയാലും കൃഷിക്കാരന് വെള്ളവും വളവും നൽകാമെന്നല്ലാതെ യജമാനന്റെ ഫലം കിട്ടുകയോ കൃഷിക്കാരന്റെ മനസ്സിന്റെ ആനന്ദം കിട്ടുകയോ ചെയ്യുന്നില്ല. കാരണം അത് വിമതരാണ്, അതൊരു വിമത വൃക്ഷമാണ്. അത് പൂക്കില്ല, കായ്ക്കില്ല, തളിർക്കില്ല, അങ്ങനെ നിൽക്കും, മുരടിച്ച് നിൽക്കും. അതുകൊണ്ട് അതങ്ങ് വെട്ടിക്കളയുകയാണ്